നമുക്കിന്നൊരു തോട്ട് കാർഡ് മേക്കിംഗ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല, എന്നാലും കിടക്കട്ടെ എന്ന്. അതിന് തന്നെ ഞാൻ വെള്ളം വെച്ച് പേപ്പർ വെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാ വെള്ളം വെച്ചാണ് വെറ്റ് ചെയ്യണത്. പിന്നെ ഞാനിത് എടുക്കുന്നത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പേപ്പർ കേട്ടോ, നോർമൽ A4 അല്ല. ഞാൻ ഡ്രോയിങ് ബുക്കത്തെ ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ നോർമൽ ഡ്രോയിങ് ബുക്കല്ല, വേറെ ടൈപ്പ് ഡ്രോയിങ് ബുക്കാണ്, എന്താ പറയുന്നത് അറിയില്ല. ആദ്യത്തെ ഡ്രോയിങ് ബുക്കത്തെ ഷീറ്റ് ചെയ്തിട്ട് മുറിച്ചെടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഡ്രോയിങ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ വൃത്തിയിലേക്ക് കിട്ടാറുള്ളൂ. പിന്നെ റെഡ് പെയിൻ്റ് എടുത്തത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഔട്ട് കോർണേഴ്സൊക്കെ നല്ല ഡാർക്കിൽ, ഇന്ന ഉള്ളിലേക്ക് വരുമ്പോൾ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിലായിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ടത്. നന്നായിട്ട് തന്നെ നമ്മൾ വാട്ടർ കളർ ആകുമ്പോൾ കുറച്ചും കൂടി സുഖമായിട്ടോ പെയിൻറ്റിങ് ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. മീൻസ് പെട്ടെന്ന് ബ്ലെൻഡ് ആവും. നമ്മൾ നോർമൽ കളർ പോലെ അല്ലല്ലോ, പേപ്പറിന് കുറച്ച് വെറ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ബ്ലെൻഡ് ആവും. അപ്പം നമുക്കൊന്നും കൂടി ചെയ്യാൻ ഇൻട്രസ്റ്റ് വരും. നമ്മൾ ചെയ്യാനൊക്കെ അങ്ങനെ സക്സസ് ആയി വരുമ്പോൾ ഇൻട്രസ്റ്റ് വരും. വാട്ടർ കളർ ചെയ്ത് നോക്കാത്തൂലുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം എല്ലാവരും ചെയ്യുന്നുണ്ടാവും, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. എല്ലാ ഭാഗത്തുനിന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ. പിന്നെ നല്ല ശരിക്കും ഡ്രൈ ആയിട്ട് വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ കുളമുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് മാറി അത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതായിരുന്നു എൻ്റെ ബാക്കി പകുതി പാർട്ട്. പിന്നെ ഡ്രൈ ആയി പോകുന്ന പിന്നെ ടൈം കുറേ ലേറ്റായി, അതുകൊണ്ട് പിന്നെ ഒന്ന് ചെയ്യാനതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ പെട്ടെന്ന് മാറി. പിന്നെ ഞാൻ ആദ്യം പെൻസിൽ വെച്ച് തോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെൻ ഇത് എഴുതുമ്പോൾ തെറ്റണ്ട അടിച്ചിട്ടാണ്. ഞാൻ ബ്ലാക്ക് ജെൽ പെന്നാണ് യൂസ് ചെയ്യണത് കേട്ടോ. പെൻ എന്നെ യൂസ് ചെയ്യണമെന്നില്ല, പെയിൻറ്റ് വെച്ച് എഴുതാം. പിന്നെ നോർമൽ പെൻസിലായാലും മതി, സ്കെച്ച് യൂസ് ചെയ്യുക, ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അധികവും ജെൽ പെന്നാണ് യൂസ് ചെയ്യാറ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ കേട്ടോ. നമ്മളെ ബാക്കിലുള്ള കലണ്ടറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ തോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.